ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ മജ്ലിസിൽ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. നമ്മുടെയും അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മോട് ബന്ധപ്പെട്ടവർ, എല്ലാവരിലുമുള്ള ചെറുതും വലുതുമായ രോഗങ്ങൾക്ക് അല്ലാഹു പരിപൂർണ ശിഫ നൽകുമാറാവട്ടെ. സംഭവിച്ചുപോയ ചെറുതും വലുതുമായ തെറ്റുകളെ, വീഴ്ചകളെ അല്ലാഹു തആല നമുക്ക് പരിഹരിച്ചു തരുമാറാവട്ടെ, മാപ്പ് ചെയ്തു തരുമാറാവട്ടെ. അല്ലാഹു തആല നമുക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. പുണ്യനബിയെ യഥാർത്ഥ രൂപത്തിൽ സ്നേഹിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇതുപോലെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ. നമ്മൾ വിശദീകരിച്ചു വരുന്നത് സൂറത്തു തഗാബുൻ. അതിവിശിഷ്ടമായ ഈ സൂറത്തിലെ 8 ആയത്തുകൾ നേരത്തെ നമ്മൾ വിശദീകരിച്ചു. 9 മുതലാണ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഒരുപാട് വിശദീകരണങ്ങൾ വരുന്ന ഭാഗങ്ങളാണ്. നമുക്ക് വളരെ ചുരുക്കി വിശദീകരിക്കാം. ഈ സൂറത്തിന്റെ പേര് തഗാബുൻ എന്നാണല്ലോ. ആ പേര് വരാൻ കാരണമാകുന്ന ആയത്ത് ഇന്ന് നമ്മൾ ഓതി വച്ച 9ാമത് വചനമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ യജ്മഉകും ലിയൗമിൽ ജംഅ് ദാലിക യൗമുത് തഗാബുൻ ومن يؤمن بالله ويعمل صالحا يكفر عنه سيئاته ويدخله جنات تجري من تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. യൗമ യജ്മഉകും ലിയൗമിൽ ജംഅ്. ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ദിവസത്തിലേക്ക്, ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ദിവസം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഒരു സമ്മേളനത്തെ സംബന്ധിച്ചാണ് ആ പറയുന്നത്. സമ്മേളിപ്പിക്കും ദിനത്തിലേക്ക്, സമ്മേളിപ്പിക്കുന്ന ഒരു ദിവസം, ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസം. അല്ലാഹു ആ ദിവസം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. യൗമ യജ്മഉകും ലിയൗമിൽ ജംഅ്. സമ്മേളിപ്പിക്കും ദിനത്തിലേക്ക് അവൻ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. അങ്ങനെയുള്ള ഒരു ദിവസം. ദാലിക യൗമുത് തഗാബുൻ. അത് നഷ്ടം വെളിപ്പെടുന്ന ദിനമാകുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവിടുന്ന് ഇങ്ങോട്ട് അന്ത്യനാൾ വരെയുള്ള മുഴുവൻ ആളുകളെയും, അനേകായിരം കോടി മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ കേന്ദ്രത്തിൽ ഒരുമിച്ച് കൂട്ടുകയാണ്. അത് നഷ്ടം വെളിപ്പെടുന്ന ദിനമാകുന്നു എന്നാണ് അല്ലാഹു പറയുന്നത്. വമൻ യുഅ്മിൻ ബില്ലാഹി വയഅമൽ സാലിഹാ. അല്ലാഹുവിൽ വിശ്വസിക്കുകയും സുകൃതങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർ, യുകഫിറു അൻഹു സയ്യിആതി. അവന്റെ പാപങ്ങൾ അവൻ പുറത്തു കൊടുക്കും. വയുദ്ഖിൽഹു ജന്നാത്ത്. തോട്ടങ്ങളിൽ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അവൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. അതിന്റെ താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. ഖാലിദീന ഫീഹാ അബദാ. അവർ അതിൽ നിത്യവാസികളായിരിക്കും. ദാലികൽ ഫൗസുൽ അലീം. അതാണ് വമ്പിച്ച വിജയം. ഇവിടെ ഈ ആയത്തിന്റെ ആദ്യ ഭാഗം അല്ലാഹു പറയുന്നത്, ഒരു സമ്മേളിപ്പിക്കും ദിനത്തിൽ എല്ലാവരെയും അവൻ ഒരുമിച്ച് കൂട്ടും.
ഒറ്റ കേന്ദ്രത്തിൽ ഒരുമിച്ച് കൂട്ടും. അത് നഷ്ടം വെളിപ്പെടുന്ന ദിനമാകുന്നു. എല്ലാ കാര്യങ്ങളും അന്ന് തീരുമാനമാവുകയാണ്. സത്യത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ, ശാശ്വതമായി നരകത്തിൽ കടക്കുന്നവർ, അവർ സത്യവിശ്വാസം സ്വീകരിക്കാത്തതിൽ വലിയ ഖേദത്തിലായിരിക്കും. അവർക്ക് മഹാനഷ്ടമാണ്. അതേസമയം സത്യവിശ്വാസികളോ അമലുകൾ കുറഞ്ഞതിന്റെ പേരിൽ അവരും പ്രയാസത്തിലായിരിക്കും. രണ്ടു കൂട്ടരും പ്രയാസത്തിലാണ്. ഈമാൻ തീരെ ഇല്ലാത്ത ആളുകൾ അവർ ചിന്തിക്കുന്നത് സത്യത്തിൽ വിശ്വസിക്കാമായിരുന്നു, എന്നാൽ അവസാന ഘട്ടത്തിലെങ്കിലും സ്വർഗത്തിൽ കിടക്കാമായിരുന്നു, ശാശ്വതമായിട്ട് ഒരിക്കലും നരകം ലഭിക്കൂലായിരുന്നു. അവരെ ആ വിഷയത്തിൽ ഖേദത്തിലാണ്. മോമിനീങ്ങളോ അമലുകൾ കുറഞ്ഞ വിഷയത്തില്, സുഹൃതങ്ങൾ കുറഞ്ഞ വിഷയത്തില് അവർ ഈ പരീക്ഷയൊക്കെ നടക്കുമ്പോൾ, കുട്ടികളുടെയൊക്കെ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികളുടെയൊക്കെ ധാരണ എന്തായിരിക്കും? മാനസികാവസ്ഥ എങ്ങനെങ്കിലും ജയിച്ചാലും മതി. അതിന്റെ സ്വഭാവമാണ്. പാസ് മാർക്ക് കിട്ടി ജയിച്ചാലും മതി. ജയിച്ചു കഴിഞ്ഞാൽ അവന്റെ സങ്കടം എന്താ? ഇത്ര വിഷയത്തിൽ A+ കിട്ടിയില്ല, അതൊരു സങ്കടം. അത് സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. അത്ര വേണമെന്നില്ല എന്നൊക്കെ കരുതിയാലും പിന്നെ മറ്റുള്ളവരുടെ റിസൾട്ട് ഇങ്ങനെ അറിയുമ്പോൾ അതിൽ സങ്കടം. ഒന്നുകൂടി ആഞ്ഞു പിടിക്കാമായിരുന്നു, ഒന്നുകൂടി കിണഞ്ഞ് ശ്രമിക്കാമായിരുന്നു, ജാഗ്രത പാലിക്കാമായിരുന്നു, എന്നാൽ എനിക്കും അങ്ങനെ കിട്ടിയിരുന്നു, ഞാൻ റാങ്കൊന്നും അല്ലെങ്കിലും പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെ മദ്രസയിലെ പൊതുപരീക്ഷയുടെ വിഷയത്തിൽ കുട്ടികൾ പറഞ്ഞാലും റബീഉൽ അവ്വൽ പരിപാടി നടക്കുമ്പോൾ ഒരു വിഭാഗം ഒരു ലോഡ് സമ്മാനം വാങ്ങിക്കൊണ്ടു പോകുമ്പോൾ ഇവർക്ക് നിരാശയാണ്. എന്നെ കൊണ്ട് കഴിയുമായിരുന്നു. ഒരു ഖേദം വരെയാണ്. അടുത്ത പരീക്ഷയ്ക്ക് വേണമെങ്കിൽ നോക്കാം. 5 അബദ്ധം സംഭവിച്ചാൽ 7 നോക്കാം. എന്നാൽ ഇവിടെ തിരുത്താൻ ചാൻസ് കിട്ടൂല. അപ്പൊ സത്യവിശ്വാസികൾ തന്നെ സുഹൃത്തങ്ങൾ കുറഞ്ഞ വിഷയത്തിൽ സത്യവിശ്വാസികൾ തന്നെ ഖേദത്തിലാണ്. മഹാനഷ്ടം വെളിപ്പെടുന്ന ഒരു ദിനം. കാരണം നഷ്ടം നമുക്ക് പല രൂപത്തിലും വരാറുണ്ട്. ദുന്യാവിൽ നഷ്ടം വരാറുണ്ട്, പക്ഷെ അത് യഥാർത്ഥത്തിൽ എന്തല്ല? നഷ്ടമല്ല. ദുന്യാവിൽ യഥാർത്ഥത്തിൽ തകാവുനില്ല എന്നുള്ള. നോക്കൂ, 50 ലക്ഷം രൂപ കയ്യിലുള്ള ഒരാൾ, ആ 50 ലക്ഷം രൂപ അയാൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കൂട്ടുക. നമ്മൾ അതിനെപ്പറ്റി ഒരു നഷ്ടം എന്ന് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ആ 50 ലക്ഷത്തിന് ഒരു കുഴപ്പമില്ലാതെ അവന്റെ കൈവശമുണ്ടെങ്കിൽ തന്നെ അയാൾ മരിച്ചാൽ കഴിഞ്ഞില്ലേ, അയാൾക്ക് പിന്നെ 50 ലക്ഷം വേണ്ടല്ലോ. അതാണ് ദുന്യാവിന്റെ അവസ്ഥ. നമ്മുടെ മുതല് ദുന്യാവിൽ നിന്ന്, നമ്മുടെ ധനം, നമ്മുടെ സമ്പത്ത്, അത് എത്ര വിലപ്പെട്ടതാണെങ്കിലും അത് നഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതിനെ ഒഴിവാക്കി പോകുന്നൊരവസ്ഥ നമുക്കുണ്ടല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ അതെന്തല്ല, നമ്മളൊക്കെ നഷ്ടപ്പെടാനുള്ളതാണ്. അതുകൊണ്ട് അത് നഷ്ടമല്ല. പരലോകത്തെ നഷ്ടമാണ് ഏറ്റവും വലിയ നഷ്ടം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈമാനും സുഹൃത്തങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. നെടും ഖേദത്തിലാകുന്ന മഹാനഷ്ടം വെളിപ്പെടുന്ന ഒരു ദിനമാണ്. തകാവുനിന്റെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം, മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട്. മഹാനഷ്ടമുള്ള 3 കൂട്ടരെ എണ്ണുന്നുണ്ട്. ഒന്ന് ആലിമാൻ, പണ്ഡിതൻ. ഒരു ആലിമല്ല, ഒരുപാട് ആലിമീങ്ങൾ, ഒരുപാട് പണ്ഡിതന്മാർ. അവർക്ക് വിവരമുണ്ടായിരുന്നു. ആ വിവരം അവർ മറ്റുള്ളവർക്ക് വിളമ്പിയിരുന്നു, മറ്റുള്ളവർക്ക് നല്ലോണം പറഞ്ഞു കൊടുത്തു. പക്ഷെ അവരാ കാര്യം ചെയ്തില്ല. തഹജ്ജുദിന്റെ മഹത്വം വിശദീകരിക്കുന്ന പണ്ഡിതൻ, അത് കേട്ട് പാവപ്പെട്ട ആളുകൾ, വിവരം കുറഞ്ഞ ആളുകൾ അതിന്റെ മഹത്വം മനസ്സിലാക്കി അവർ തഹജ്ജുദ് തുടങ്ങി. പക്ഷെ പറയുന്നവർ അത് ചെയ്തിട്ടില്ല. എല്ലാവരും ചെയ്തിട്ടില്ല എന്നല്ല, ചെയ്യാത്തവരുണ്ടാവും. ലോഡ് കണക്കിന് പറയുന്നവരുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരു ഔൺസ് പോലും ഉണ്ടാവില്ല. ഒരു ചെറിയ ഒരു ഗുഡ്സിലുള്ളത് മതി, പക്ഷെ കണ്ടെയ്നറിലുള്ളത് പറയും അവർ. അത് ഒരു ജോലി, ഒരു തൊഴിൽ, എത്രയോ നമുക്ക് കാണാം. അതുകൊണ്ട് അത്തരം ഉപദേശങ്ങളെ കൊണ്ടൊന്നും പ്രഭാഷണങ്ങളെ കൊണ്ടൊന്നും പരിവർത്തനങ്ങൾ ഉണ്ടാവില്ല. അതങ്ങനെ പറഞ്ഞു പോവാം. മൈക്ക് സെറ്റുകാർക്ക് ലാഭം, കച്ചവടക്കാർക്ക് ലാഭം, അന്തരീക്ഷം കുറെ മരീമസമാക്കി എന്നതല്ലാതെ, ബഹളമുണ്ടാക്കി എന്നതല്ലാതെ ഒരു കാര്യമില്ലാത്ത എത്രയോ പരിപാടികൾ. ആരെ ആക്ഷേപിക്കല്ല.
ചിലതൊക്കെ കേൾക്കുമ്പോൾ ഈ പറയപ്പെട്ടതൊക്കെ വളരെ ശരിയാകണമല്ലോ, നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. സഹോദരാ, നാളെ പ്രധാനമായും 3 വിഭാഗങ്ങൾ വല്ലാതെ പ്രയാസപ്പെടും. അതിൽ ഒരു വിഭാഗം ആലിമീങ്ങളാണ്. ദുനിയാവിൽ വെച്ച് അവരുടെ ഉപദേശം കേട്ട് അത് ജീവിതത്തിൽ പകർത്തിയ ആളുകൾ ഇവരെ മുന്നിലൂടെ തലങ്ങും വിലങ്ങും ഇവരുടെ മുന്നിലൂടെ സ്വർഗത്തിലേക്ക് പോവാണ്. ഇവരാകട്ടെ ആ കാര്യം ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾ പരലോകത്ത് നെടുങ്കേതായിരിക്കുന്നതാണ്. കാരണം വിവരമുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ശരിക്കറിയാമായിരുന്നു, അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു, അവരത് ചെയ്തു, അവരിതാ സ്വർഗത്തിൽ പോകുന്നു. ഇവർക്കതിന് കഴിയുന്നില്ല. അല്ലാഹു കാക്കുമാറാവട്ടെ. ഇതാണ് ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം, നെടും ഖേദത്തിലാകുന്ന രണ്ടാമത്തെ വിഭാഗത്തെ മഹാന്മാര് വിശദീകരിക്കുന്നത്, ദുന്യാവിൽ വെച്ച് മഹാപിശുക്ക് കാണിച്ച ചില പിതാക്കൾ, അവരാണ് നാളെ പരലോകത്ത് നെടും ഖേദത്തിലാവും. ഇഷ്ടംപോലെ സമ്പത്തുണ്ടാവും, പക്ഷെ നല്ല വഴിക്കൊന്നും ആ സമ്പത്ത് ചെലവഴിക്കില്ല. നല്ല കാര്യങ്ങൾക്കൊന്നും ചെലവഴിക്കാതെ പിശുക്ക് കാണിച്ചു. എന്നിട്ട് ആ മുതല് അയാളുടെ അനന്തരാവകാശികളായ മക്കളിൽ വന്നു. മക്കളാവട്ടെ അവർ നല്ല രീതിയിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരുമായിരുന്നു. ഈ മക്കൾ നാളെ സ്വർഗത്തിലേക്ക് പോകുന്നത് ദുന്യാവിൽ വെച്ച് ലുബ്ധത കാണിച്ച, പിശുക്ക് കാണിച്ച ആ പിതാവ് അവിടെ വെച്ച് കാണുമ്പോൾ അദ്ദേഹം ആകെ ഖേദിക്കും. എന്ത് കിട്ടി മുതൽ കൊണ്ടെനിക്ക്? ആലോചിക്കണം. കാരണം ദുന്യാവിൽ നിന്ന് നല്ല കാര്യങ്ങൾക്കൊന്നും ചെലവഴിച്ചില്ല, പിശുക്കാണ്. ക്ഷേളം മക്കള് നല്ലവരായി അവർ ചെലവഴിച്ചു. ഇനി ഈ പിതാവിന്റെ മുന്നിലൂടെ ആ മക്കൾ നാളെ സ്വർഗത്തിലേക്ക് പോവാണ്. ഈ പേര് സമ്പത്ത് ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി ചെലവ് ചെയ്യാൻ വേണ്ടി റസൂലുള്ള കൽപ്പിച്ചപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അതിനു വേണ്ട സംഖ്യ കൊടുത്തു. ആ ഒറ്റ കാരണത്താൽ തിരുദൂതർ പറഞ്ഞതെന്താ? ഉസ്മാൻ സ്വർഗം വിലക്കെടുത്തിരിക്കുന്നു. ഒരു കിണർ നമുക്ക് ആവശ്യമുള്ളത് വിലക്ക് വാങ്ങി മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ 2 സംഭവം കാരണം അള്ളാന്റെ തിരുദൂതർ പറഞ്ഞു, എന്റെ ഉസ്മാൻ സ്വർഗം വിലക്കെടുത്തു പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഒരിക്കൽ നബി പറഞ്ഞില്ലേ, അബൂബക്കറിന്റെ ധനം എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ ഒരാളുടെ ധനവും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരൊക്കെ അത് കാരണം വിജയിച്ചു. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പത്നി ഖദീജ റളിയല്ലാഹു അൻഹ സ്വന്തം സമ്പത്ത് ഉപയോഗിച്ച് ഒരുപാട് അടിമകളെ എഴുത്തുക്ക് ചൊല്ലി, വിലക്ക് വാങ്ങിയിട്ട് എഴുത്തുക്ക് ചൊല്ലി. ഒട്ടേറെ സംഭവങ്ങൾ. ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിനെ ഒരു പെണ്ണ് ആ അടിമയെ വിലക്ക് വാങ്ങിയിട്ട് പിന്നെ എഴുത്തുക്ക് ചൊല്ലി സ്വതന്ത്രനാക്കി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ സാധിക്കും. എന്തായിരുന്നാലും ഈ ലുബ്ധത കാണിക്കല്, പിശുക്ക് കാണിക്കല്, ഒരാൾ ബഖീലാവല് അള്ളാഹുവിനക്ക് ഭയങ്കര ദേഷ്യാണ്. അവന് നാളെ പരലോകത്ത് നെടും ഖേദമായിരിക്കും. മറ്റൊരാള് സഹോദര പാവപ്പെട്ടൊരടിമയാണ്. ആദ്യകാലത്ത് അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു, ഇന്നിപ്പോ അതില്ല. എന്നാല് ഈ കാലഘട്ടത്തിൽ പോലും അമേരിക്ക പോലെയുള്ള നാടുകളിൽ ഇപ്പോഴും ആ സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട്. സൗദി അറേബ്യയിലാണെങ്കിൽ അതില്ല, നമ്മുടെ രാജ്യത്തില്ല. അടിമ സമ്പ്രദായത്തെ നമ്മളാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ട്. ഇല്ല, റസൂല് വരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന അവസ്ഥ. അള്ളാഹുവിന്റെ തിരുദൂതർ അടിമകളെ മോചിപ്പിച്ചാല് അതിന് വലിയ പ്രതിഫലം ലഭിക്കുമെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ട് ആളുകൾ ധാരാളം അടിമകളെ മോചിപ്പിച്ചു. വിലക്ക് വാങ്ങിയിട്ട് അങ്ങാടിയിൽ പോയി വിലക്ക് വാങ്ങിയിട്ട് സ്വതന്ത്രരാക്കി പലരും. ഇസ്ലാമാണ് ആ സമ്പ്രദായത്തെ ഇല്ലാതെയാക്കിയത്. പല തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തം ഇസ്ലാം നിശ്ചയിച്ചത് അടിമകളെ മോചിപ്പിക്കണം. അത് ഇല്ലാതാവാനാണ്. ചുരമാർഗം മനുഷ്യർ വിട്ടുകിടക്കുന്നില്ലയോ? എന്താ ചുരമാർഗം വിട്ടുകിടക്കുക എന്ന് പറഞ്ഞാൽ? ചുരമാർഗം വിട്ടുകിടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അടിമകളെ മോചിപ്പിക്കലാണ്. ഒരാളോട് ഒരു മല കയറി വരാൻ പറഞ്ഞാൽ, ഒരു കാര്യമില്ലാതെ വെറുതെ മല കയറാൻ പറഞ്ഞാൽ എത്ര പ്രയാസം ഉണ്ടാവും? അതിലേറെ പ്രയാസമായിരിക്കും ഒരാൾക്ക് അടിമകളെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷെ മോചിപ്പിക്കണം.
ഖുർആൻ പഠിപ്പിച്ചു. അപ്പൊ ഒരു അടിമ നോക്കൂ, ഒരു അടിമയെ, ആ അടിമയുടെ ഉടമ തന്റെ സയ്യിദ് വല്ലാതെ പ്രയാസപ്പെടുത്തി. ഈ സയ്യിദ് നാളെ ആകെ നെടുങ്കേതത്തിലാകുന്നു. ആലിമ്, പിശുക്കനായ പിതാവ്, പറയുകയും അത് ചെയ്യാതിരിക്കുകയും ചെയ്ത പണ്ഡിതൻ, പിശുക്ക് കാണിച്ച, ലുബ്ധത കാണിച്ച പിതാവ്, അതുപോലെ സഹോദര ഇബാദത്തുകൾ തീരെയില്ലാത്ത സയ്യിദ്, പാവപ്പെട്ട അടിമയെ പീഡിപ്പിച്ച സയ്യിദ്, അവൻ നാളെ പരലോകത്ത് വരുമ്പോ അവന്റെ മുന്നിലൂടെ ഈ അഅ്ബദ്, ദുന്യാവിൽ ഒന്നുമല്ലായിരുന്ന ഈ അടിമ, അവൻ ചെയ്ത സുഹൃതങ്ങൾ കാരണം സ്വർഗത്തിലേക്ക് പോകുമ്പോ ഇവന് വലിയ നെടുങ്കേതമാകുമെന്ന്. ഈ 3 കാര്യങ്ങൾ പ്രത്യേകം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ചിലതൊക്കെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ചില സംഗതികളുണ്ട്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അള്ളാഹുവിന്റെ തിരുദൂതരുടെ അരികെ വന്ന് ചോദിച്ചു, നബിയെ, എനിക്കൊരു ആയത്തിനെ പറ്റി അറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഏത് ആയത്തിനെ പറ്റിയാണ്? ആ സമയത്ത് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, വനുഫിഖ ഫിസ്സൂർ ഫതഅതൂന അഫ്വാജാ, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെട്ടാൽ അന്ന് നിങ്ങൾ സംഘം സംഘമായി വരുമെന്ന് നബിയെ ഖുർആനിലില്ലേ? എങ്ങനെയാണ് ഈ സംഘം സംഘമായി വരിക? അതാണ് എനിക്കറിയേണ്ടത്. എല്ലാം ശ്രദ്ധിച്ചോളൂ. നമ്മളെടുത്തുനിന്ന് വരുന്ന ചില തെറ്റുകൾ കാരണം നാളെ നമ്മൾ അവിടെ വരുന്ന കോലം ഞാൻ പറയും. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുകയാണ്, നബിയെ, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെട്ടാൽ സംഘം സംഘമായി വരുമെന്നങ്ങ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞുവല്ലോ. എങ്ങനെയാണ് ഈ ഫതഅതൂന അഫ്വാജാ, അതുകൊണ്ടുള്ള വിവക്ഷ എന്താണ് നബിയെ? അതിൽ റസൂലിനൊക്കെ അറിയാൻ തുടങ്ങി. മുആദ് റളിയല്ലാഹു അൻഹുവിനെ ചോദിക്കേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നി. തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, റസൂലുള്ളാഹി തങ്ങൾ കരയുന്നത് കാരണം റസൂലുള്ളാഹിന്റെ കണ്ണുനീര് കവിളിലൂടെ താടിയിലൂടെ വന്നിട്ട് കുപ്പായമാകെ നനഞ്ഞുപോയി. അങ്ങനെ തന്നെ റസൂലുള്ളാഹിന്റെ വസ്ത്രം നനഞ്ഞു കുതിർന്നു, വല്ലാതെ നനഞ്ഞുപോയി. കണ്ണീര് വീണിട്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, യാ മുആദ്, സഅൽതനി അൻ അംരിൻ അലീം. മുആദേ, താങ്കൾ ചോദിച്ചത് ഒരു മഹാവിഷയത്തെ സംബന്ധിച്ചാണ്, ഒരു വലിയ കാര്യത്തെ പറ്റിയാണ് അങ്ങ് ചോദിച്ചിട്ടുള്ളത്, താങ്കൾ ചോദിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ തിരുദൂതർ വല്ലാത്ത സങ്കടത്തിലാണ്. എന്നിട്ട് റസൂല് പറഞ്ഞു, ഈ ഫതഅതൂന അഫ്വാജ എന്ന് പറഞ്ഞാൽ അത് 12 രൂപത്തിലാണ് വരിക. അതിൽ ഒരു രൂപം മാത്രമാണ് മുഅ്മിനീങ്ങളുടെ വരവ്, മറ്റുള്ളതൊക്കെ പ്രയാസമേറിയ വരവാകുന്നു. മുആദ് റളിയല്ലാഹു അൻഹു വലിയ ആകാംക്ഷയായി, ഏതായിരിക്കും അത്? ആദ്യം അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞത്, ഒരു കൂട്ടർ കൈകാലുകളില്ലാതെ വരുന്നു. സൂറെന്ന കാഹളത്തിൽ ഊതപ്പെട്ട് രണ്ടാമത്തെ ഊത്തിൽ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ കൈകാലുകൾ മുറിക്കപ്പെട്ട രൂപത്തിൽ അതാ ഒരു കൂട്ടർ വരുന്നു. 1 2 1 ലക്ഷവും 1 കോടിയൊന്നും ആവൂല. ലോകത്തെത്ര കോടി ആളുകൾ മൊത്തം കഴിഞ്ഞു പോയവർ. ഒരു വിഭാഗം, ഒരു വലിയ സംഘം അതാ വരുന്നു. ആ സംഘത്തിന് കൈകാലുകളില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹാഉലാഇല്ലദീന യുഖ്സൂനൽ ജീറാൻ, അയൽവാസികൾക്ക് ശല്യമുണ്ടാക്കിയ ആളുകളാണവർ. പഠിച്ചോളി, നമ്മൾ കാരണം നമ്മുടെ അയൽവാസികൾക്ക് യാതൊരു ശല്യവും ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തണം. എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല സഹോദര, എത്ര ഖുർആൻ ഓതിയിട്ടും എത്ര നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല. അയൽവാസികളെ ദ്രോഹിച്ച ആളുകൾ, അയൽവാസികളെ ശല്യം ചെയ്ത ആളുകൾ, അവർ നാളെ പരലോകത്ത് വരുമ്പോ ആ ടീമിനെ കണ്ടാൽ പെട്ടെന്നറിയാൻ കഴിയും. കാരണം കൈകാലുകൾ മുറിക്കപ്പെട്ട രൂപത്തിലാണ് അവർ വരുന്നത്. ഇത് നമ്മൾ ഉറപ്പുവരുത്തണം. ഞാൻ ഉറപ്പുവരുത്തണം, എന്റെ കാരണത്താൽ എന്റെ അയൽവാസികൾക്കൊരു ശല്യം ഉണ്ടാവില്ല, മറിച്ച് ഞാൻ കാരണം അവർക്ക് ഉപകാരമാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ഓരോരുത്തരും ചിന്തിക്കണം. വല്ലതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം അടിയന്തരമായി അത് പറഞ്ഞു തീർക്കണം. കാരണം ഇതല്ല നമ്മുടെ ജീവിതം. ഈഗോ ഉണ്ടാവരുത്, അവിടെ വാശി ഉണ്ടാവരുത്, ദുരഭിമാനം നടിക്കരുത്. ചില കാര്യങ്ങൾക്കൊക്കെ വിട്ടുവീഴ്ചയൊക്കെ തയ്യാറാകേണ്ടി വരും. അപ്പൊ ഞാൻ ഉറപ്പിക്കണം, എന്റെ അയൽവാസികൾ എന്നെ കൊണ്ട് പ്രയാസപ്പെടില്ല, ഞാൻ ഉറപ്പിക്കണം.
ആ ഉറപ്പ് എനിക്കില്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ലല്ലോ. നേരത്തെ പറഞ്ഞ അവസ്ഥയിലായിരിക്കും. നാളെ നെടുങ്കേതായിരിക്കും. അയൽവാസികളെ ബഹുമാനിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച് ഞാൻ ആ കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നാളെ ഞാനാണുള്ള ഖേദിക്കാം. നമ്മൾ ശ്രദ്ധിക്കണം. എനിക്ക് അൽഹംദുലില്ലാഹ് എന്റെ നാട്ടിൽ ഞാൻ ഇങ്ങനെ തന്നെ പറയാം. കാരണം എന്റെ അയൽവാസികളൊക്കെ ക്ലാസ്സിന് വരണ്ട, ധൈര്യമായിട്ട് പറയാം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. ചിലതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. നല്ല വിവരമുള്ള ആളുകൾ സ്വന്തം അയൽപ്പക്കക്കാരുടെ തെറ്റ്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഒരു പറങ്കൂച്ചിന്റെ തൈക്ക് വേണ്ടി, തെങ്ങിൽ നിന്ന് വീണ ഒരു തേങ്ങക്ക് വേണ്ടി, എന്തൊരു കഷ്ടം. വെറുതെ അയൽവാസികൾക്ക് ശല്യം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അനാവശ്യമായിട്ട് കല്യാണം മുടക്കുന്ന എത്ര പേരുണ്ട്. സ്വന്തം അയൽപ്പക്കത്ത് പാർക്കുന്ന ഒരു കുട്ടിയുടെ കല്യാണം, ആ കല്യാണം എന്ന് പറഞ്ഞാൽ ഇയാൾക്കൊരു ബിരിയാണി തിന്ന മുടക്ക്. ഞാനിപ്പോ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അത് നിങ്ങൾ ഒന്നും കൂടി ആലോചിച്ചോളൂ. വെറുതെ പറയാൻ പാടില്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ആ ടീം ആ വഴിക്ക് വരും. ആ തെറ്റാ, മുടക്കരുത്. അള്ളാഹു നമ്മളെ മുടക്കും. പടച്ചവൻ വിചാരിച്ചാൽ നമ്മൾ എങ്ങനെ മുടക്കാം? ഒരാളെ ഭൂമി അന്യായമായി ഒരു ചാണെടുത്താൽ 7 ഭൂമി കൊണ്ട് മാലയിടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ നമുക്കറിയാം? മറ്റൊരാളുടെ ഭൂമി ഒരു ചാണ് അന്യായമായി നമ്മൾ എടുത്താൽ നാളെ മഹ്ശറയിൽ നമ്മുടെ കഴുത്തിൽ 7 ഭൂമി വരുമെന്ന്. 7 ഭൂമി. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ വരാൻ പോകുന്നതല്ലേ സഹോദരൻ? ഇതൊക്കെ നമ്മൾ ഓർക്കണം. അള്ളാഹുവിന്റെ തിരുദൂതർ പറയുന്നത് ഫതഅ്തൂന അഫ്വാജാ, നിങ്ങൾ സംഘമായി വരുമെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഉദ്ദേശം എന്താണ്? 2 കൈയും 2 കാലും മുറിക്കപ്പെട്ട രൂപത്തിൽ ഒരു ടീം അതാ വരുന്നു. അവരുടെ പ്രശ്നം എന്താണ്? അവർ അയൽവാസികളെ വെറുപ്പിച്ചവരായിരുന്നു. മറ്റൊരു കൂട്ടരതാ വരുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, 2ാമത്തെ വിഭാഗം പന്നികളുടെ രൂപത്തിലാണ്. പന്നികളുടെ രൂപത്തിൽ മഹ്ശറയിലേക്ക് ഒരു വിഭാഗം വരുന്നു. അവർ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തവരായിരുന്നു. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്ത ആളുകൾ നാളെ വരുന്നത് 12 വിഭാഗത്തിൽ 2ാമത്തെ വിഭാഗം അവരാണ്. പന്നികളുടെ രൂപത്തിൽ. പന്നികളുടെ തേറ്റയിലേക്ക് നോക്കിയാൽ വെറുപ്പ് തോന്നിപ്പോകും. ആ രൂപത്തിലാണ് സഹോദര നിസ്കാരം ഉപേക്ഷിച്ച ആളുകൾ നാളെ മഹ്ശറയിലേക്ക് വരുന്നത്. നിസ്കാരത്തെ പറ്റി ശ്രദ്ധയില്ലാത്ത ആളുകൾ, അതിനെ വെറുതെ ഉപേക്ഷിച്ചവർ, വെറുതെ കളാക്കിയവർ, അതിനെ തീരെ ശ്രദ്ധിക്കാത്തവർ, മൈൻഡ് ചെയ്യാത്തവർ പന്നിയുടെ രൂപത്തിൽ വരുമെന്ന് അള്ളാഹിന്റെ തിരുദൂതർ പഠിപ്പിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. 3ാമത്തെ വിഭാഗത്തെ അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞത്, ഒരു വിഭാഗം വരുന്നത് അവരുടെ വയറുകൾ വീർത്തു വന്ന് ഒരു വലിയ പർവ്വതം പോലെ മുന്നോട്ട് തള്ളി നിൽക്കും. വയറിങ്ങിട്ട് നിറഞ്ഞിട്ട്, വയറ് പർവ്വതം പോലെ. പള്ള കൂടിയിട്ടുണ്ടെങ്കിൽ നടക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. തടി ഇല്ലാത്തവർ കരുതും കുറച്ച് പള്ള ഉണ്ടായാലും കുഴപ്പമില്ല. ഉള്ളവരോ നടന്നിട്ടും മരുന്ന് കുടിച്ചിട്ടും ഡോക്ടറെ സമീപിച്ചിട്ടും ഇതൊന്ന് ചുരുങ്ങി കിട്ടാൻ എന്താണ് ആഗ്രഹം എന്നാണ്. എന്നാ സഹോദര മഹ്ശറയിലേക്കൊരു കൂട്ടര് വരുന്നത് വലിയ പർവ്വതം പോലെ വയറ് മുന്നോട്ട് തള്ളിയിട്ട് വരുന്നു. അള്ളാന്റെ തിരുദൂതർ പറഞ്ഞു, സക്കാത്ത് കൊടുക്കാത്തവരായിരുന്നു അവർ. സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കാത്തവരാണവർ. നല്ല ഫിറ്റായി ശിക്ഷ കൊടുക്കുന്നത്. സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ നാളെ വരുമ്പോൾ സഹോദര അവരെ വയറതാ സക്കാത്തിന്റെ കൂടി തിന്നില്ലേ ദുനിയാവുന്ന് കൊടുക്കാതെ. 1,00,000-ന് 2,500 കൊടുക്കണ്ടേ? 1 കോടിക്ക് 2.5 ലക്ഷം നിർബന്ധമായിട്ടും കൊടുക്കണ്ടേ? 1 കോടി 1 കൊല്ലം പാത്തു വെച്ചാൽ 1 കൊല്ലം പൂർത്തിയായാൽ അതിൽ 2.5 ലക്ഷം നിർബന്ധമായിട്ട് സക്കാത്ത് കൊടുക്കണം. 2.5 ലക്ഷം പോരെ? 2.5% പോരെ? അപ്പൊ ബാക്കിയുള്ള സമ്പത്തിൽ അല്ലാഹു തആല വർധനവ് കൊടുക്കും. അതിലാ ബർക്കത്ത്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ വർധനവ് നടത്തണം. സഹോദര 10.5 പവൻ ആഭരണമല്ലാത്ത സ്വർണം ധരിക്കാൻ വേണ്ടിയല്ലാതെ നമ്മൾ സ്വർണമായി 10.5 പവന്റെ മുകളിലേക്കുണ്ടെങ്കിൽ അതിന്റെ 2.5% സ്വർണമായിട്ട് കൊടുക്കണം. 11 കോയിൻസ് നിങ്ങൾ 1 കൊല്ലം പാത്തു വെച്ചാൽ 1 കൊല്ലം പൂർത്തിയാൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കേണ്ടി വരും.
അത് നിർബന്ധമാണ്. അത് കൊടുക്കുമ്പോഴേ ബാക്കിയുള്ള മുതലിന് ശുദ്ധീകരിക്കപ്പെടൂ. ഇതിപ്പോ നാളെ മഹ്ശറയിൽ വരുന്നത്. ഇനി ആ ആഭരണം കൊണ്ട്, ആ ലോഹങ്ങളെ കൊണ്ട് നമ്മളെ പൊള്ളിക്കും. ഇപ്പൊ കറൻസി ആവട്ടെ, അത് മറ്റൊരു രൂപത്തിലാക്കിയിട്ട് നമ്മളെ പൊള്ളിക്കും. ഖബറിലുണ്ട്. കൊടുക്കുക തന്നെ വേണം. ഒരു മടിയുണ്ടാവരുത്. നമ്മൾ കൊടുക്കാതെ വെച്ചിട്ട് കാര്യമില്ല. അത് അനന്തരാവകാശികൾക്കുള്ളതാണ്. എന്തിന് ഹറാമായ മുതൽ അങ്ങനെ കിടക്കണം? സഹോദര, മൂന്നാമത്തെ വിഭാഗത്തെ അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞത് അവരുടെ വയറ് മല പോലെ മുന്നിലേക്ക് തള്ളി നിൽക്കും, പർവ്വതം പോലെ സക്കാത്ത് കൊടുക്കാത്തവരാണ്. പിന്നതാ നാലാമത്തെ മറ്റൊരു കൂട്ടരെ അള്ളാന്റെ തിരുദൂതർ പറഞ്ഞു കൊടുക്കുന്നു. ഇതിലൊക്കെ ഒരുപാട് ആളുകൾ, അനേകായിരം ആളുകൾ. വായിൽ നിന്ന് ചോര വരുന്ന രൂപത്തിൽ വേറൊരു കൂട്ടര് വരുന്നു. വായയിൽ നിന്ന് ചോര വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കച്ചവടത്തില് വാങ്ങുമ്പോഴും അതുപോലെ തന്നെ കൊടുക്കുമ്പോഴും കളവ് പറഞ്ഞവരാണ്. ഒരു വസ്തു വിൽപ്പന നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങുന്ന സമയത്ത് സഹോദര അതിൽ എന്തെങ്കിലുമൊക്കെ കളവ് പറയാം. മൊത്തമായിട്ട് വാങ്ങും, ചില്ലറയായിട്ട് വിൽക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ ഏത് വസ്തുവിനെയാണോ ആ കച്ചവട വസ്തുക്കൾക്കില്ലാത്ത വിശേഷണങ്ങൾ പറയുക. വായയിൽ നിന്ന് ഒന്നായിട്ട് ചോര വരുന്ന രൂപത്തിൽ നാളെ വരും. അങ്ങനെ ഈ ടീമിനെങ്ങനെ കാണും പറയാം, ഇത് ഏത് വകുപ്പിലാണ്? മറ്റൊരു കൂട്ടര് വരുന്നു, രൂക്ഷമായ ദുർഗന്ധമായിരിക്കും അവർ. അതാണ് അഞ്ചാമത്തെ വിഭാഗം. രൂക്ഷമായ രൂപത്തിൽ ദുർഗന്ധം വമിക്കുന്ന രൂപത്തിൽ വരുന്നു. അതാണ് ഫതൂന അഫ്വാജ, സംഘം സംഘമായി. അതിൽ ഒരു സംഘം അതാണ്. അവരെ ശരീരത്തിൽ നിന്ന് വല്ലാത്ത ദുർഗന്ധം ശവത്തിൽ നിന്ന് വരുന്ന പോലെ. അള്ളാന്റെ തിരുദൂതർ പറഞ്ഞു, അവർ രഹസ്യമായി മഹാപാപങ്ങൾ ചെയ്തവരായിരുന്നു. പുറത്തേക്ക് വളരെ ഉഷാറായിരുന്നു ദുന്യാവിൽ നിന്ന്. രഹസ്യമായിട്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. അവരാണ് ആ രൂപത്തിൽ വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ആറാമത് മറ്റൊരു വിഭാഗം വരുന്നത് അവരുടെ കടുത്ത് മുറിക്കപ്പെട്ട രൂപത്തിലാണ് വരുന്നത്, ഭീകരമായ രൂപത്തിൽ. അവർ കള്ളസാക്ഷി നിന്നവരായിരുന്നു. എത്ര പേരുണ്ട് കോടതിയിലൊക്കെ കള്ളസാക്ഷി നിൽക്കുന്നവർ? ഇല്ലേ? വൈവാഹിക ജീവിതത്തിൽ ചിലപ്പോൾ പ്രയാസങ്ങളുണ്ടാവും. അത് നല്ല രൂപത്തിൽ തീരണം. ഒരു നിലക്കും യോജിച്ചു പോവില്ലെങ്കിൽ പിന്നെ പിരിയലാണ് ഖൈർ എന്നുണ്ടെങ്കിൽ അവിടെ ത്വലാഖ് ചൊല്ലണം. അതാണ് ദീനിന്റെ നിയമം. മനുഷ്യൻ ഇണക്കം പോലെ പിണക്കവും ഉണ്ടാവും. നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ് ത്വലാഖ് സൂറത്ത്. ചില ഘട്ടങ്ങളിലൊക്കെ ഇവര് യോജിപ്പിലെത്താതെ പിരിഞ്ഞ് അവസാനം കേസും കോടതിയുമായിട്ട് പോവാറുണ്ട്. പിന്നെ അഭിഭാഷകർ പറഞ്ഞു കൊടുക്കുന്നത് പോലെ പച്ചക്കളവ് പറയാം. പെണ്ണിന്റെ വീട്ടുകാർക്ക് വാശി കൂടിയാൽ പിന്നെ കേസ് കൊടുക്കുമ്പോൾ ആ ഭർത്താവിന്റെ ഉമ്മയുടെയും ഭർത്താവിന്റെ ഉപ്പയുടെയും ഒക്കെ പേരിൽ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിച്ചു എന്ന് ചൊല്ലി പഠിപ്പിക്കും ചില അഭിഭാഷകർ. തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്നത്. ഒന്നും അറിയാത്ത നിഷ്കളങ്കയായ ഒരു ഉമ്മക്കെതിരെ മരുമകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് ഫയൽ ചെയ്താൽ സഹോദര, അതിന് കള്ളസാക്ഷി നിൽക്കാൻ ചിലർ തയ്യാറായാൽ പാവപ്പെട്ട ആ സ്ത്രീ ഒരുപക്ഷെ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരും. ദുന്യാവിലെ കോടതി അങ്ങനെയാണ്. പക്ഷെ ഇതൊക്കെ തീരുമാനമാകുന്ന ഒരു സന്ദർഭം. അതിനാണ് പരലോകം. എത്ര കേസുകൾ അങ്ങനെ ഇല്ലാത്തത് പറഞ്ഞു കൊടുത്തിട്ട്. ഇതൊക്കെ ചിന്തിക്കണ്ടേ നമ്മൾ? സഹോദര, വളരെ ഗൗരവത്തിലെടുക്കണം. കള്ളസാക്ഷി നിന്ന ആളുകൾ നാളെ പരലോകത്ത് വരുമ്പോ കടുത്തു മുറിക്കപ്പെട്ട രൂപത്തിൽ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാഖേദത്തിന്റെ ദിവസം, മഹാനഷ്ടത്തിന്റെ നഷ്ടം വെളിപ്പെടുന്ന ദിവസത്തിലെ അവസ്ഥയാണ് നമ്മൾ വിശദീകരിക്കുന്നത്. യൗമുത് തഗാബുന്റെ അവസ്ഥ. ഏഴാമത്തെ വിഭാഗത്തെ അള്ളാന്റെ തിരുദൂതർ പറയുന്നത്, ഒരു കൂട്ടർ വരും, അവർക്ക് നാവില്ല, അവരുടെ വായയിൽ നിന്ന് ചലവും അതുപോലെ തന്നെ രക്തവും വരുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സാക്ഷി നിൽക്കേണ്ട കാര്യത്തിൽ അതിന് വിസമ്മതം കാണിച്ചവരാണവർ. ചില കാര്യത്തിൽ നമ്മൾ സാക്ഷി നിൽക്കേണ്ടി വരും, അതിൽ നിന്ന് ഊരിപ്പോകാൻ പാടില്ല. അതിന് വിസമ്മതം കാണിച്ചാൽ അതും തെറ്റാണെന്ന് അർത്ഥം. എട്ടാമത്തെ വിഭാഗത്തെ അള്ളാന്റെ തിരുദൂതർ പറഞ്ഞത്, എട്ടാമത്തെ വിഭാഗമാരാണ്? സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി മുഖം നരത്തിട്ട് ഇരച്ചു വരുന്നൊരു വിഭാഗം, കാലു മുകളിലേക്ക്. സാധാരണ നമ്മൾ നടന്നു വരുന്നതിന്റെ നേരെ എതിര്. അവർ വരുന്നത് എങ്ങനെയാണ്? അവർ വരുന്നത് അവരുടെ കാലു മുകളിലേക്കാണ്.
മുഖം നിലത്തിട്ട് ഇഴച്ചു വരുന്നു. അവർ വല്ലാത്ത ഭീകരമായ രൂപത്തിൽ കാണാൻ കഴിയില്ല. ആരാണവർ? അള്ളാന്റെ തിരുദൂതർ പറഞ്ഞു, അവർ മഹാ തെറ്റായ വ്യഭിചാരം ചെയ്തവരാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യഭിചാരം ചെയ്തവർ വരുന്നത് അങ്ങനെയാണ്. അത് മഹ്ശറിലേക്ക് വരുന്നത്. അവർക്കൊക്കെ ബർസഖിയായ ലോകത്തുള്ള ശിക്ഷ എന്താ? ഖബർ ജീവിതത്തിലുള്ള ശിക്ഷ എന്താ? എത്ര ഗൗരവമുള്ള ശിക്ഷ! ചിന്തിക്കണം സഹോദരാ, ഇതറിയാതെയാണ് ഈ മഹാ തെറ്റ് ചെയ്യുന്നത്. ഇവിടെ നബി തങ്ങൾ പ്രത്യേകം പറഞ്ഞു, സിന ചെയ്തു, വ്യഭിചാരം ചെയ്തു, എന്നിട്ട് തൗബ ചെയ്തിട്ടില്ലെങ്കിലാണ്. തെറ്റുകളൊക്കെ അങ്ങനെ തന്നെ. ആത്മാർത്ഥമായി തൗബ ചെയ്തു മടങ്ങുകയാണെങ്കിൽ പ്രശ്നമില്ല. തൗബ ചെയ്യാത്ത ആളുകൾ, വ്യഭിചാരത്തോടുകൂടെ അതിൽ തൗബ ചെയ്ത് മടങ്ങാതെ മരിച്ചുപോയവൻ നാളെ പരലോകത്ത് വരുമ്പോ മുഖം നിലത്തിട്ട് വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു കൂട്ടർ വരുന്നു, അവരുടെ മുഖം വല്ലാതെ കറുത്ത നിറത്തിലാണ്. അതാണ് 9ാമത്തെ വിഭാഗം. മുഖം കറുത്ത രൂപത്തിൽ, ഭയങ്കര ഓവർ കറുപ്പ്. നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. ഇപ്പൊ നമ്മൾ ചില ആളുകൾ നല്ല വെളുത്ത ശരീരവും, പക്ഷെ സൈലന്റ് അറ്റാക്ക് സംഭവിച്ച് ചിലത് നീല കളറായിരിക്കും. മയ്യത്ത് കണ്ടാൽ നമുക്കൊരിക്കലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ വരും. നമ്മൾ എന്ത് കരുതരുത്, അത് ഈമാൻ കിട്ടാത്തത് കൊണ്ടാണെന്ന് വിലയിരുത്തരുത്. ആ തെറ്റാണ്, അതങ്ങനെ പറയരുത്, ചിന്തിക്കരുത്. നമുക്കറിയില്ല അതിന്റെ അവസ്ഥ. ചില രോഗങ്ങൾ കാരണം സിഹിറൊക്കെ ബാധിച്ചാൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. സിഹിറിന് മരണം വരുത്താൻ വരെ കഴിയല്ലോ, സ്വന്തം കഴിവല്ല. അള്ളാഹു ഓരോ നിമിത്തങ്ങൾ വെക്കണം, ഓരോ കാര്യങ്ങൾ. മുഖം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ വരും. മയ്യത്ത് കണ്ടാ ഒരിക്കലും തിരിച്ചറിയില്ല. അത് തന്നെ നമുക്ക് സഹിക്കാൻ കഴിയില്ല. എങ്കിലും നോക്കൂ, നാളെ പരലോകത്തിന് കൂട്ടർ വരുന്നത് ഒരു മഹാസംഘം. അവരുടെ മുഖം വല്ലാത്ത കറുപ്പാണ്, കറുത്തിരുണ്ട രൂപത്തിൽ അവർ വരുന്നു. അവരെ പറ്റി അള്ളാന്റെ തിരുദൂതർ പറഞ്ഞത്, അവർ അനാഥകളുടെ സമ്പത്ത് അവിഹിതമായി ഭക്ഷിച്ചവരാണവർ. അനാഥകൾ, യതീമുകൾ, യതീമുകളുടെ മുതൽ തിന്നവരാണ്. ഇല്ലേ സഹോദര? ചോദിക്കാനും പറയാനും ആളില്ലാന്ന് കരുതി യതീം കുടുംബത്തിന്റെ മുതൽ അപഹരിക്കുന്നവർ എത്ര പേരുണ്ട്? ഒരു യതീമായ മക്കളുടെ സമ്പത്തിന്റെ അവരുടെ സ്ഥലം കൂട്ടിക്കോളും, അതിന്റെ തൊട്ടടുത്ത് സ്ഥലമുള്ള ആള് അതിന് വ്യത്യാസപ്പെടുത്തുകയാണ്. നല്ല മെല്ലെ എങ്ങനെ മാന്തിയെടുക്കുകയാണ്. ചെയ്യരുത്. തിന്നാന്ന് പറഞ്ഞാൽ അടുക്കലൊക്കെ പെട്ട് ഭൂമി കഷ്ണം വെച്ച് ഹലുവ വെട്ടുന്നത് പോലെ വെട്ടി തിന്നണമെന്നില്ല. നാളെ വരുമ്പോ മുഖം കറുത്തിരണ്ട രൂപത്തിലാ. ഒന്നും വേണ്ടല്ലോ, പിന്നെ ഒന്നും വേണ്ടല്ലോ. ചിന്തിക്കണം സഹോദര. 10ാമത് അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞത്, ശരീരമാസകലം വല്ലാതെ ചൊറിഞ്ഞുകൊണ്ടൊരു കൂട്ടർ വരും. ചൊറിച്ചിലുണ്ടായ വലിയ ബുദ്ധിമുട്ടല്ലേ? ചെറിയൊരു ചൊറിച്ചിലാണെങ്കിൽ അതിനാണ് അള്ളാഹു താല കയ്യും വിരലും ആ വിരലിന്റെ അഗ്രത്തിൽ നഖവും ഒക്കെ നൽകിയിട്ടുള്ളത്. ബുദ്ധിമുട്ടില്ല. ശരീരത്തിൽ ഓവറായ രൂപത്തിൽ ചൊറിച്ചിൽ വന്നാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. സഹിക്കാൻ കഴിയൂല, സഹിക്കാൻ കഴിയൂല. എങ്കിലും നാളെ മഹ്ശറയിലേക്ക് അതാ ഒരു കൂട്ടർ വരുന്നു. ശരീരം ആസകലം മാന്തി പിളർത്തി, ചൊറി കാരണം ശരീരമാസകലം മാന്തി പിളർത്തി, അതിൽ നിന്നതാ സഹോദര ചലവും രക്തവും വന്ന് രൂക്ഷമായ ദുർഗന്ധത്തോടുകൂടെ ഒരു കൂട്ടർ വരും. അവർ ആരാണെന്ന് നബിതങ്ങൾ പറഞ്ഞത്, മാതാപിതാക്കളെ വെറുപ്പിച്ചവരായിരുന്നു അവർ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ചെറിയ കാര്യമാണ് കരുതൽ. സ്വന്തം മാതാപിതാക്കളെ വെറുപ്പിച്ചവർ, മാതാപിതാക്കളെ വെറുപ്പിക്കാത്തവർ പരലോകത്ത് രക്ഷപ്പെടും. പരലോകത്ത് രക്ഷപ്പെടും. സിറാത്ത് പാലത്തിലൂടെയല്ലാതെ സ്വർഗത്തിലേക്ക് ഒരു ഷോർട്ട് വഴിയില്ല. ആ സിറാത്ത് പാലം കടക്കുമ്പോ ചില ആളുകൾക്ക് അള്ളാഹു വല്ലാത്ത സ്പീഡ് നൽകും. ഒരു സ്പെഷ്യൽ അള്ളാഹു പ്രകാശവും നൽകും. ആ പ്രകാശത്തെ പറ്റി ഖുർആൻ പറഞ്ഞത്, യസ്ആനൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം, അവരുടെ മുൻഭാഗത്തിലൂടെയും അവരുടെ വലതുഭാഗത്തിലൂടെയും പ്രകാശം വലിയ സ്പീഡിൽ ഓടും. ഖുർആൻ പറയുന്നുണ്ട്. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം, അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, ആ പ്രകാശം ലഭിക്കാൻ പ്രധാനമായും 3 കാര്യങ്ങൾ വേണം. ഒന്ന്, നബിയുടെ പേരിൽ സ്വലാത്തിനെ അധികരിപ്പിക്കുക. രണ്ടാമത്തേത്, വെറുക്കപ്പെടുന്ന സമയത്തും വുളൂഇനെ പൂർണ്ണമാക്കുക.
നല്ല തണുത്ത സമയത്ത്, നല്ല തണുപ്പുള്ള സമയത്തും എന്ത് ചെയ്യണം? വുളൂ ചെയ്യുമ്പോൾ നിർബന്ധത്തിന്റെ പുറമെ കുറച്ച് കൂട്ടണം. മുട്ട് ഉൾപ്പെടെ കഴുകലാണ് നിർബന്ധം. എന്നാൽ കൈ കഴുകുന്ന സമയത്ത് ആ മുട്ടിന്റെ മുകളിലേക്ക് കുറച്ച് കയറ്റി കഴുകി. ഞെരിയാണി ഉൾപ്പെടെ കഴുകലാണ് നിർബന്ധം. പക്ഷേ വുളൂ ചെയ്യുമ്പോൾ ഞെരിയാണിയുടെ മുകളിലേക്ക് കുറച്ച് കയറ്റി കഴുകുക. അങ്ങനെ വുളൂവിനെ പൂർണ്ണമാക്കൽ, ആ പ്രകാശം ലഭിക്കാൻ. മറ്റൊന്ന്, മൂന്നാമത്തത് അള്ളാന്റെ തിരുദൂതർ പഠിപ്പിക്കുന്നത് മാതാപിതാക്കളോട് മയത്തിൽ സംസാരിക്കുക. വളരെ വിനയത്തോടുകൂടെ സംസാരിക്കുക. ഖുർആൻ തന്നെ പറഞ്ഞത് വലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഗ്ഫിർ ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മ. ഛേ എന്നുപോലും അവരോട് പറയരുത്. വിസമ്മതത്തിന്റെ ലളിതമായ രൂപമാണ്. ഒരു കാര്യം പറയുമ്പോ ഛേ അതുപോലും പറയരുത്. വിനയത്തോടെ സംസാരിക്കണം. വിനയത്തിന്റെ എളിമയുടെ ചിറകിനെ അവർക്ക് താഴ്ത്തി കൊടുക്കണം. തള്ളക്കോഴിക്കുണ്ട് കുഞ്ഞിനെ ചിറകിന്റെ ഉള്ളിൽ ഒരു ഒളിപ്പിക്കൽ സംരക്ഷണമാണ്. ഇതുപോലെ സഹോദര മക്കളായ നമ്മൾ പ്രായം ചെന്ന നമ്മുടെ മാതാപിതാക്കളെ പ്രത്യേകിച്ച് പ്രായം ചെല്ലുമ്പോൾ അവരെ കൂടുതൽ നമ്മൾ നോക്കേണ്ടതാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മലപ്പുറത്തെ പാലിയേറ്റീവിന്റെ ക്ലിനിക്കിലേക്ക് ഒരു പെണ്ണ് ഒരാഴ്ച മുമ്പ് വന്നിട്ട് പറഞ്ഞു അത്രേ, ഒരു ഹോം നേഴ്സിനെ കിട്ടുമോ എന്ന് ചോദിച്ചു അത്രേ. ഒരു ചെറിയ കുട്ടിയുണ്ട്, ഈ പെണ്ണിന്റെ, ഈ യുവതിയുടെ കയ്യിലൊരു കുട്ടിന്റെ കൈയും പിടിച്ചാൽ വന്നിട്ട്. ആരോ പറഞ്ഞു വിട്ടതാണ്, അവിടെ പോയി അന്വേഷിച്ചാൽ മതി. അപ്പൊ അവിടെ ഇരിക്കുന്ന ആള് അദ്ദേഹം ചോദിച്ചു എന്തിനാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അത്രേ, വാപ്പാനെ നോക്കാനാണ്. ആദ്യം ഒരു ഹോം നേഴ്സ് ഉണ്ടായിരുന്നു, അത് പോയിട്ടുണ്ട്, ഇപ്പൊ ആളില്ല. 9 ദിവസമായിട്ട് വാപ്പാനെ കുളിപ്പിച്ചിട്ടില്ല, അപ്പൊ ഇതിനൊരാളെ വേണം. ഇയാൾക്ക് ചൂടായി. നിങ്ങളെ സ്വന്തം വാപ്പാൻ എന്തെങ്കിലും കുളിപ്പിച്ചൂടെ? പറ്റില്ല, നമുക്ക് പറ്റില്ല. നിങ്ങൾക്ക് ഹോം നേഴ്സ് ഉണ്ടെങ്കിൽ വിവരം പെണ്ണ് തട്ടിക്കയറാണ്. നിങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതി. അതായത് നമ്മളോട് വയല് വേണ്ട. സ്വന്തം പിതാവിനെ കുളിപ്പിച്ചിട്ട് 9 ദിവസമായി. എന്തിനാ ഈ ജാതി മക്കൾ? എന്തിനാ കുട്ടികൾ? സഹോദര, ദീനില്ലെങ്കിൽ. ഒരു മകളാണ് ഈ പറയുന്നത്, വാപ്പാനെ കുളിപ്പിച്ചിട്ട് 9 ദിവസമായി ഹോം നേഴ്സിനെ തെരഞ്ഞു വരാം. ഇവർക്കൊന്നും മരിക്കണം എന്നുള്ള യാതൊരു ബോധവുമില്ല. എന്നും 32 നിൽക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. ഇതിലേറെ നല്ലത് വലിയ ആടും കുട്ടികളെ വളർത്തുകയാണ്, മട്ടൻ ബിരിയാണിയാക്കാം. സ്വാലിഹീങ്ങളല്ലാത്ത മക്കളുണ്ടായിട്ട് എന്താ കാര്യം സഹോദരൻ? ഇതൊക്കെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ്. ഏറ്റവും പുതിയ സംഭവമാണ്. ക്ലാസ്സിലൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് ഉത്തരവാദപ്പെട്ടവർ നമ്മളെ ഈ കാര്യം ബോധ്യപ്പെടുത്തുന്നത്. വെറുതെ ഖുർആന്റെ മുന്നിൽ വെച്ച് എന്തെങ്കിലും പറയുന്നത് നമ്മളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ജാതി ആളുകൾക്ക് തന്നെയാണ് ഈ പറഞ്ഞതൊക്കെ. നാളെ ചൊറിഞ്ഞു വരും. ഇന്ന് ശരീരത്തിന് നല്ല പ്രൗഢി ഉണ്ടാവും, എന്നാൽ ഇതൊന്നും ഇല്ലാത്തൊരു സമയം വരാൻ. നമ്മളെ മാതാപിതാക്കളെ നോക്കുമ്പോഴല്ലേ നമ്മുടെ മക്കൾ നമ്മളെ നോക്കുന്ന അവസ്ഥ ഉണ്ടാവുക. ശ്രദ്ധിക്കേണ്ടതാണ് സഹോദര. 10ാമത്തെ വിഭാഗത്തെ അള്ളാന്റെ തിരുദൂതർ പറയുന്നത് മാതാപിതാക്കളെ വെറുപ്പിച്ചവർ ശരീരമാസകലം ചൊറിഞ്ഞു മാന്തി പിളർത്തി വരും അവർ. 11ാമത്തത് അള്ളാഹുവിന്റെ തിരുദൂതർ വരും പറയുന്നത് 11ാമത്തെ വിഭാഗം അവരാരാ? കള്ളുകുടിയന്മാരാണ് അവർ. അതായത് ദുനിയാവിൽ വെച്ച് മദ്യം സേവിച്ചവർ, കള്ളു കുടിച്ചവർ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് അവരാണ് വലിയ ഭീകരമായ രൂപത്തിൽ വരുന്നത്. അവരെ ചുണ്ടുകൾ അടിയിലേക്ക് പോരും അത്ര. നെഞ്ചിലേക്ക് എത്തി നിൽക്കുന്ന ചുണ്ടുകളും കാലിന്റെ മുട്ടിലേക്ക് എത്തി നിൽക്കുന്ന നാവുകളും പല്ലുകളാണ് പുറത്തേക്ക് വന്നിട്ട് മൃഗങ്ങളുടെ കൊമ്പ് പോലെ പല്ലുകൾ പുറത്തേക്ക് വന്ന് കണ്ണ് കാണാത്ത അവസ്ഥയിൽ അവർ മഹ്ശറയിലേക്ക് സഹോദര തപ്പിത്തടഞ്ഞു വരുന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ. റസൂലുള്ളാഹി തങ്ങൾ പറയാൻ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചു, പല്ലുകൾ കൊമ്പ് പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭീകരമായ അവസ്ഥ. ചുണ്ട് പുറത്തേക്ക് വന്നിട്ട് നെഞ്ചിലേക്ക് തട്ടി നിൽക്കുന്നു. നാവാണെങ്കിൽ അത് നീണ്ടുവന്ന് കാലിന്റെ തുടയിലേക്ക്, മുട്ടിലേക്ക്. അങ്ങനെ വരും ഒരു വിഭാഗം. അവർ മദ്യപാനികളായിരുന്നു ദുനിയാവിൽ നിന്ന്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 11 വിഭാഗത്തിന്റെ അവസ്ഥ ആലോചിച്ചുകൊണ്ടാണ് റസൂല് പൊട്ടിക്കരഞ്ഞത് മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ.
സഹോദര, താടിയിലൂടെ കണ്ണുനീര് വന്നിട്ട് റസൂലുള്ളാന്റെ കുപ്പായം മുൻഭാഗമാകെ നനഞ്ഞു എന്ന് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ചരിത്രത്തിൽ കാണാം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആളുകൾ വളരെ ലാഘവത്തോടുകൂടെ കാണുന്ന തെറ്റുകളാണല്ലോ ഇതൊക്കെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു 12ാമത്തെ വിഭാഗം വളരെ വളരെ പ്രകാശത്തോടുകൂടെ വരുന്ന മുഅ്മിനീങ്ങളാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു 14ാം രാവ് പോലെ തിങ്കൾ ഉദിച്ചതുപോലെ വല്ലാത്ത പ്രഭയോടുകൂടെ മുഅ്മിനീങ്ങൾ മഹ്ശറയിലേക്ക് വരും. അമ്പിയാക്കളോട് അവർ പക്ഷം ചേരും, അവർ സിദ്ദീഖുകളോട് പക്ഷം ചേരും, ശുഹദാക്കളോട് പക്ഷം ചേരും, അവർ സ്വാലിഹീങ്ങളോട്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായവരോട് അവർ പക്ഷം ചേരും. അവർക്ക് അർശിന്റെ തണൽ, അവർക്ക് ഹൗദുൽ കൗസർ, അവർക്ക് പ്രത്യേകമായ തണൽ. അവർ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്നു. സുമർ സൂറത്തിൽ പറയുന്നത് പോലെ അവർ വല്ലാത്ത സന്തോഷത്തിൽ, അവരുടെ മുഖം വല്ലാത്ത പ്രസന്നത. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുതന്നെയാണ് സഹോദര ഇവിടെയും പറയുന്നത്. വമൻ യുഅ്മിൻ ബില്ലാഹി വയഅമൽ സാലിഹാ, അല്ലാഹുവിൽ വിശ്വസിച്ചവർ, സ്വാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ, യുകഫിറു അൻഹു സയ്യിആതി, അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. നമ്മൾ ചെയ്യുന്ന അമലുകളെ കൊണ്ട് ചെറുദോഷങ്ങളാണ് പൊറുക്കുക, അതിന് തൗബ വേണമെന്നില്ല. സഹോദര, നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറിയ ചെറിയ തെറ്റുകൾ നമ്മൾ ചെയ്യുന്ന സുഹൃതങ്ങളെ കൊണ്ട് പൊറുക്കപ്പെടും. ഉദാഹരണത്തിന് വുളൂ ചെയ്യൽ പുണ്യമുള്ള കാര്യമാണ്. നമ്മൾ വുളൂ ചെയ്യുമ്പോൾ നമ്മുടെ കൈകളെ കൊണ്ട് ചെയ്ത തെറ്റുകൾ അതാ പോകുന്നു, ചെറിയ തെറ്റുകൾ. കണ്ണുകൊണ്ട് കണ്ട ചെറിയ ചെറിയ തെറ്റുകൾ, ഹറാമുകൾ, അത് വുളൂ ചെയ്യുമ്പോൾ പൊറുക്കപ്പെടുന്നു. അങ്ങനെ ഒരുപാട് തെറ്റുകൾ, മുഖം കഴുകുമ്പോൾ മുഖം കൊണ്ടുവന്നത്, കാല് കഴുകുമ്പോൾ കാല് കൊണ്ട് ചെയ്തത്, അങ്ങനെ ചെറിയ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടും എന്ന് കരുതി, പൊറുക്കപ്പെടും എന്ന് കരുതിയിട്ട് ചെറിയ തെറ്റ് ചെയ്യാനും പാടില്ല. എങ്ങനെ ശ്രദ്ധിച്ചാലും മാനുഷികമായി സംഭവിച്ചു പോകും ചെറിയ തെറ്റുകൾ. വൻദോഷങ്ങൾക്ക് തൗബ വേണം, ആത്മാർത്ഥമായ തൗബ വേണം. വയുദ്ഖിൽഹു ജന്നാത്ത്, അല്ലാഹു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഏതാണ് ആ സ്വർഗം? തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. അതാരും ഇഷ്ടപ്പെടുന്നതല്ലേ സഹോദരാ. ചിലർ റിസോർട്ടുകളൊക്കെ കണ്ടിട്ടില്ലേ, പുഴയുടെ ചാരത്ത് വളരെ മനോഹരമായ പൂന്തോട്ടം, ആളുകൾക്ക് യോഗം ചേരാനും സമ്മേളനങ്ങൾ കൂടാനും ചെറുതും വലുതുമായ ചെറിയ ചെറിയ ഓഡിറ്റോറിയങ്ങൾ, കോൺഫറൻസ് ഹാളുകൾ, താമസിക്കാൻ ലോഡ്ജുകൾ. അങ്ങനെ ടെൻഷൻ തീർക്കാൻ വേണ്ടി അത്തരം സ്ഥലങ്ങളിലേക്ക് ആളുകൾ പോവും. 1-2 ദിവസം ഒരുപാട് പൈസ കൊടുത്തിട്ട് അവിടെ താമസിക്കും. ഇഷ്ടമുള്ള ഫുഡ് ഇഷ്ടം പോലെ കഴിക്കും. ആരാ ഇതൊക്കെ ഇഷ്ടപ്പെടാത്തത്? സീനറി ഇഷ്ടപ്പെടാത്തവരാരാ? എങ്കിൽ സഹോദര, ഒരുപാട് സ്വർഗത്തോപ്പുകൾ, അതിന്റെ താഴ്ഭാഗത്തിലൂടെ ശുദ്ധമായ അരുവികൾ, വെള്ളങ്ങനെ മുത്തുപോലെ തോന്നും. ഏതൊക്കെ അരുവികൾ? തേനിന്റെ അരുവിയും, കള്ളിന്റെ അരുവിയും, പാലിന്റെ അരുവിയും, ശുദ്ധമായ വെള്ളത്തിന്റെ അരുവിയും, നാലും ഒഴുകുന്നത് കാണും. മുഹമ്മദ് സൂറത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അങ്ങനെയുള്ള അരുവികൾ അവർക്കുണ്ട് എന്നാണ്. എന്നാലോ നമ്മളൊരു പാർക്കിലോ മറ്റോ പോവുകയാണെങ്കിൽ സമയമുണ്ട്, ഇത്ര സമയം കഴിഞ്ഞാൽ തിരിച്ചു പോരണം. ടിക്കറ്റ് നൽകുകയാണെങ്കിൽ സമയം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. എങ്കിൽ സഹോദര, സ്വർഗത്തോപ്പോ ഖാലിദീന ഫീഹാ അബദാ, അവർ അതിൽ നിത്യവാസികളാണ്. ദാലികൽ ഫൗസുൽ അദീം, അതാണ് മഹത്തായ വിജയം. അത് നമ്മൾ ഈ ദുനിയാവ് ഗാനം നഷ്ടപ്പെടുത്തരുത്. ഇവിടെ ഒന്നുമല്ല സഹോദര, ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ, ഈ ജീവിതം ഒന്നുമല്ല. ഇവിടെ ഒരു പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് പുതിയ ആപ്പിളയായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. അന്ന് നമുക്ക് വസ്ത്രം ഉടുത്തു തരാൻ നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും. നമ്മുടെ മുഖത്ത് പൗഡർ ഇട്ട് തന്നിട്ടുണ്ടാവും. വലപിടിപ്പുള്ള അന്തറുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകും. അങ്ങനെ പുറത്തിറക്കിയിട്ട് മനോഹരമായി അലങ്കരിച്ച കാറിൽ നമ്മളെ കയറ്റിയിരുത്തിയിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതേപോലെ മറ്റൊരു ഇറക്കലില്ലേ? കുളിപ്പിക്കുന്നു നമ്മളെ സഹോദര. പുതിയ ആപ്പിളയെ ഇറക്കുന്ന സമയത്ത് ആ കുളിപ്പിക്കൽ നടന്നിട്ടില്ല, സ്വയം കുളിച്ചതാ. ഇന്നിതാ മറ്റൊരാള് കുളിപ്പിക്കുന്നു, വസ്ത്രം മാറ്റിക്കുന്നു. പക്ഷെ പുതിയ ആപ്പിള ഇറങ്ങിയപ്പോ എടുത്തതുപോലെ ഉടുത്തതുപോലെയുള്ള മുന്തിയ വസ്ത്രമല്ല, 3 കഷ്ണം തുണി. സഹോദര, നമ്മുടെ മൂക്കിലും അതുപോലെ വായയിലും നമ്മുടെ മലദോരത്തിലും അടക്കം ദോരങ്ങളിലൊക്കെ പഞ്ഞി വെക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ ആ അവസ്ഥ.
മനോഹരമായ കാറല്ല, പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കട്ടിൽ അതാ നമ്മളെ പിടിച്ച് കിടത്തുന്നു. ആലോചിച്ച് നോക്കി, ഇതൊക്കെ നമുക്ക് വരാനുള്ളതല്ലേ? ഇതൊക്കെ സഹോദര നമുക്ക് വരാനുള്ളതാണ്. മണിയറ ഒരുക്കിയിരുന്നു നമ്മൾ. മണിയറയിൽ നമ്മളെ മണവാട്ടിയെ കാത്തിരുന്നൊരു സന്ദർഭം ഉണ്ടാകും. എങ്കിൽ പള്ളിക്കാട്ടിൽ അതാ സഹോദര ഒരു മണ്ണറ ഓരോരുത്തർക്കും. മറവ് ചെയ്ത് ആളുകൾ തിരിച്ചു പോകും. ഗൾഫിൽ പോയ ഒരു മകൻ ഒരു ദിവസം വിളിച്ചിട്ടില്ലെങ്കിൽ ഉമ്മാക്ക് സമാധാനമില്ല. ഭർത്താവിന്റെ വിളി ഒരു ദിവസം 2 തവണ വന്നിട്ടില്ലെങ്കിൽ ഭാര്യക്ക് സമാധാനമില്ല. സംസാരിക്കാൻ ഇഷ്ടംപോലെ സൗകര്യവും. മരിച്ചു മണ്ണോട് ചേർന്നാൽ വേണ്ട, ദ്രവിക്കുന്നതിന് മുമ്പ് തന്നെ. മകനെ മറവ് ചെയ്തിട്ട് ഒരാഴ്ചയായി. ഉമ്മ ചിന്തിക്കുന്നുണ്ടോ? മകന്റെ വിവരമൊന്നും അറിഞ്ഞില്ല. ഇല്ല, സങ്കടക്കഥ പോകുന്നു. സാവകാശം ചിരിയിലേക്കും കളിയിലേക്കും. അത് ഉമ്മയായാലും ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും. ദുന്യാവ് അത്രേ ഉള്ളൂ. കുറഞ്ഞ കാലം നഷ്ടപ്പെടുത്തരുത്. അതാണ് ഖുർആൻ പറയുന്നത്, ദാലികൽ ഫൗസുൽ അദീം, അതാകുന്നു മഹത്തായ വിജയം. എന്നിട്ട് അല്ലാഹു പറയുന്നത് വല്ലദീന കഫറൂ വകല്ലബൂ ബിആയാതിനാ. ഖുർആന്റെ ശൈലി നോക്കൂ നിങ്ങൾ. നരകത്തെ പറ്റി പറഞ്ഞാൽ സ്വർഗത്തെ പറ്റി പറയും, സ്വർഗത്തെ പറ്റി പറഞ്ഞാൽ ഉടനെ നരകത്തെ പറ്റി പറയും. വിശ്വാസത്തെ പറ്റി പറയുമ്പോ വിശ്വാസത്തെ പറ്റി പറയും. താക്കീത് പറയുമ്പോ സുവിശേഷം പറയും. ഞെട്ടിക്കുമ്പോ സന്തോഷ വാർത്ത അറിയിക്കും. എന്തിനാണത്? ഖൗഫിന്റെയും റജായിന്റെയും ഇടയിൽ, ആശയുടെയും ആശങ്കയുടെയും ഇടയിലാകണം ആളുകൾ. ഈ ആയത്തിൽ സ്വർഗത്തെ പറ്റി പറഞ്ഞു, മുഅ്മിനീങ്ങൾക്ക് നാളെ ലഭിക്കാൻ പോകുന്ന സ്വർഗത്തെ പറ്റി പറഞ്ഞു. അപ്പോൾ ചിന്തിക്കണം, വല്ലദീന കഫറൂ. അതേസമയം സത്യത്തെ നിഷേധിക്കുന്നവർ, വകല്ലബൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും ചെയ്തവർ, ഉലൈക അസ്ഹാബുൻ നാർ, അങ്ങനെയുള്ള ആളുകൾ അവർ നരകത്തിന്റെ ആളുകളാകുന്നു. ഖാലിദീന ഫീഹാ, അവർ അതിൽ നിത്യവാസികളാണ്. വബിഇസൽ മസീർ, അവരുടെ മടക്കം വളരെ ചീത്തയാകുന്നു. നോക്കൂ, നിത്യവാസികളായി നരകത്തിൽ കിടക്കേണ്ട കാരണം എന്താ? അള്ളാഹു പറയുന്നത് സത്യത്തെ നിഷേധിച്ചു അവർ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു. വല്ലദീന കഫറൂ, സത്യത്തെ നിഷേധിച്ചു മാത്രമല്ല, വകല്ലബൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വ്യാജമാക്കി. ഈ ആയാത്തിന എന്ന് പറഞ്ഞാൽ ഏത് വിട്ട് ഖുർആന്റെ ആയത്തുകൾ മാത്രമല്ല, ഖുർആന്റെ ആയത്തുകളാണ് ഏറ്റവും വലുത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിന്റെ വചനങ്ങൾ തന്നെയാണ്. കാരണം ഈ വചനങ്ങളിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഏതൊരാളും സത്യത്തിലേക്ക് വരും. പക്ഷെ ചിന്തിക്കണം, ഇവരെന്താ? വല്ലാ മുസ്തക്ബിറാ കഅല്ലം യസ്മഅഹാ കഅന്ന ഫീ ഉദുനൈഹി വഖറാ. ഖുർആന്റെ ആയത്തുകളാകുന്ന രേഖകളെ അതിനെ അവഗണിക്കുന്നവരെ പറ്റി അള്ളാഹു പറഞ്ഞത്, അവർ അഹങ്കാരത്തോടുകൂടെ തിരിച്ചു പോകും. അവരുടെ പോക്ക് കണ്ടാൽ കഅല്ലം യസ്മഅഹാ, അവർ ഖുർആന്റെ വചനങ്ങൾ കേൾക്കാത്ത ഭാവം നടിക്കും. കഅന്ന ഫീ ഉദുനൈഹി വഖറാ, അവരുടെ കാതിൽ എന്തോ കട്ടി വന്ന് അടഞ്ഞതുപോലെ കേൾക്കൂല അവർ. അതാണ് ഒന്ന്. രണ്ടാമത്തെ എന്താ? രണ്ടാമത്തത് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തുകളാണ് ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം. 2 കാര്യങ്ങളാ. ഒന്ന് അള്ളാഹുവിന്റെ വചനങ്ങള്, 2 ഈ വചനങ്ങൾ എത്തിച്ചേരുന്ന പ്രവാചകൻ. അവർ പ്രവാചകൻ തന്നെയാണ് എന്നതിന് രേഖ മുഅ്ജിസത്തുകൾ കാണിക്കും. എത്ര മുഅ്ജിസത്തുകൾ കാണിച്ചു കൊടുത്താലും അതിനെ അവഗണിക്കും, അതിനെ നിഷേധിക്കും. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു, ഖിയാമത്ത് നാൾ അടുത്തിരിക്കുന്നു. എന്തേ ഈ ചന്ദ്രൻ പിളർന്നത്? അത് പുണ്യ നബിയുടെ വലിയൊരു മുഅ്ജിസത്തായിരുന്നു. പൂർണ്ണ ചന്ദ്രനെ നോക്കിയിട്ട് അവർ പറഞ്ഞു, ആ ചന്ദ്രനെ 2ആക്കി കാണിച്ചാൽ ഞങ്ങൾ വിശ്വസിക്കാം. വിശ്വസിക്കുമെന്ന് ചോദിച്ചു നബി. ഉറപ്പ് വാങ്ങി വിശ്വസിക്കുമെന്ന് പറഞ്ഞു. റസൂല് തന്റെ ചൂണ്ടുവിരൽ ഉയർത്തി ചന്ദ്രനിലേക്ക്. വലിയ മുഅ്ജിസത്താണ് സഹോദര. ആ സമയത്തത് ആ ചന്ദ്രൻ പിളർന്നുപോയി. ചന്ദ്രൻ പിളർന്നുപോയി. ആ സമയത്ത് ആകാശത്തേക്ക് നോക്കിയവർക്കൊക്കെ ആ സംഗതി ബോധ്യപ്പെട്ടു. കേരളത്തിലും സഹോദര ഒരു ചക്രവർത്തി, ഒരു രാജാവ് ചന്ദ്രൻ പിളർന്നത് കണ്ടു. ഇന്ന സമയം പിളരും, ഇങ്ങനെ ഒന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും നോക്കൂ. യാദൃശികമായിട്ട് ആ സമയത്ത് നോക്കിയവർക്കൊക്കെ ബോധ്യപ്പെട്ടു. ചന്ദ്രൻ 2ആക്കി പിളർത്തി. ഇത് മോചിതത്താണ്. എന്നാ ഈ കൂട്ടര് പിന്മാറി.
നോക്കൂ, ചന്ദ്രൻ രണ്ടാക്കിയാൽ വിശ്വസിക്കുമെന്ന് പറഞ്ഞവർ പുണ്യനബി രണ്ടാക്കി കാണിച്ചു കൊടുത്തപ്പോ അത് ജാലവിദ്യയാണ്, കൺകെട്ടാണെന്ന് പറഞ്ഞ് ഇതാണ് അവരെ പറ്റിയാ പറയുന്നത്. വല്ലദീന കഫറൂ വകല്ലബൂ, സത്യത്തെ നിഷേധിച്ചു, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വ്യാജമാക്കി, അങ്ങനെയുള്ള ആളുകൾ ശാശ്വതമായി നരകത്തിലാ. റസൂലിന് ഒരുപാട് മുഅ്ജിസത്തുകൾ വന്നു. റസൂലുള്ളാഹി തങ്ങൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അലി റളിയല്ലാഹു അൻഹു അസ്ർ നിസ്കരിച്ചിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾ അലി റളിയല്ലാഹുവിന്റെ മടിയിൽ കിടക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു അസ്ർ നിസ്കരിച്ചിട്ടില്ല. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. അലി റളിയല്ലാഹു അൻഹു കടുത്ത ആശങ്കയിലാണ്. റസൂലാണെങ്കിൽ കൽബ് ഉറങ്ങിയിട്ടില്ലെങ്കിലും കണ്ണ് ചിമ്മി കിടക്കുന്നു. റസൂലേ, ഞാൻ അസ്ർ നിസ്കരിച്ചിട്ടില്ല, എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞാൽ അത് അദബ് കേടാകുമോ എന്ന് ഭയപ്പെട്ടു പോയി അലി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അങ്ങനെ ഇരുന്ന് കൊടുത്തു. മനസ്സിൽ വിഷമുണ്ട്, അസ്ർ നിസ്കരിച്ചിട്ടില്ല. പക്ഷെ റസൂലിനെ എങ്ങനെ വിളിക്കും? പെട്ടെന്ന് റസൂലുള്ളാഹി തങ്ങൾ എഴുന്നേറ്റിട്ട് ചോദിച്ചു, അലി അസ്ർ നിസ്കരിച്ചോ? ഇല്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അസ്ർ നിസ്കരിച്ചോളൂ. അസ്തമിക്കാൻ പോകുന്ന സൂര്യനെ പരിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടഞ്ഞു വെച്ചു. എന്ത് മനസ്സിലാക്കണം നമ്മൾ? റസൂലിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില ആളുകളൊക്കെ അതിനെ പുച്ഛിക്കും, അല്ലേ? ഉദാഹരണത്തിന് മഗ്രിബിന്റെ ഇശാഇന്റെ ശേഷം മൗലിദ് പാരായണം, ഇശാക്ക് ബാങ്ക് കൊടുത്ത ഉടനെ മൗലിദ് പാരായണം തുടങ്ങി. സാധാരണ നിസ്കരിക്കല് ഇശാക്ക് ബാങ്ക് കൊടുത്തിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട്, ഇപ്പോഴിതാ 25 മിനിറ്റ് ആകാൻ പോവാണ് മൗലിദ് പ്രമാണിച്ച്. അങ്ങനെ ഒരു എല്ലാ ദിവസമൊന്നുമില്ല, ഒരു 5 മിനിറ്റ്. അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുന്നവരുണ്ടാകും. എന്തിനാ സഹോദര പ്രശ്നമുണ്ടാക്കുന്നത്? ആർക്കായി ഇവൻ നിസ്കരിക്കുന്നത്? 5 മിനിറ്റ് വൈകിയില്ല എന്ന് പറഞ്ഞു ആ 20 മിനിറ്റ് ആരാ കണക്കാക്കിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഗണിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത്. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സൂര്യൻ അസ്തമിക്കാനാകുന്ന സമയത്തും റസൂലിനെ വിളിച്ചില്ല. നിസ്കാരത്തിന്റെ കാര്യം അറിയാത്തതുകൊണ്ടാ. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിനോടുള്ള മര്യാദയാണത്. പക്ഷേ അസ്ർ ഖളാ ആയില്ല. റസൂൽ സടകുടഞ്ഞെഴുന്നേറ്റു. അലി നിസ്കരിച്ചോ? എന്തിനാണ് ഇതൊക്കെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്? ഒന്ന്, നബിയോടുള്ള അദബ് വളരെ കൂടുതൽ വേണമെന്നറിയിക്കാൻ. 2, റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് ലോക ജനതയെ അറിയിക്കാൻ. അൽ ബദറു ശുഖ ബി അംരിഹി വശംസു ഗറബത് ലഹു റുദ്ദത് ബിഗൈരി തറദ്ദുദി. അതാണ് മൗലിദിന്റെ കിതാബിൽ കാണുന്നത്. ചന്ദ്രൻ ഉണ്ടാക്കി പിളർക്കപ്പെട്ടതും അതുപോലെ സൂര്യനെ മടക്കി വിളിച്ചതും ഇതൊക്കെ വലിയ ദൃഷ്ടാന്തമാണെന്നാണ്. അങ്ങനെ എത്ര സംഭവങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണെന്നതിന് എന്താണ് രേഖയെന്ന് ഒരു അഅറാബി ചോദിച്ചപ്പോ മലയുടെ താഴ്ഭാഗത്തുള്ള വലിയൊരു വൃക്ഷം, ആ വൃക്ഷത്തെ പുണ്യനബി മാടി വിളിച്ചു. ആ വൃക്ഷം റസൂലിന്റെ അരികിലേക്ക് വന്നിട്ട് മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് സാക്ഷ്യം വഹിച്ചു. ആലോചിച്ചു നോക്കൂ സഹോദര. അതുപോലെ തന്നെ മൃഗങ്ങളും അതുപോലെ മരങ്ങളും റസൂലിന് ആദരവിന്റെ സുജൂദ് ചെയ്തിരുന്നു എന്ന് ചരിത്രം പറയുന്നു. മുഅ്ജിസത്താണത്. അതുമാത്രമല്ല, അങ്ങ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞ് അതിന് സാക്ഷ്യം വഹിച്ച് അതിനെ സ്ഥിരീകരിച്ച് ഈ മരങ്ങളും അതുപോലെ മൃഗങ്ങളും പുണ്യനബിയോട് നേരെ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറഞ്ഞു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അതൊക്കെ മുഅ്ജിസത്തുകളാണ്. വൽ വഹ്ശു വൽ അസ്ജാറു കസ്സജദത് ലഹു വഅലൈഹി ഖസ്സല്ലംന ബഅദ തശഹുദി. ആ വരിയിൽ മൗലിദിന്റെ കിതാബിൽ കാണുന്നത് ഈ പറയപ്പെട്ട വിഷയങ്ങളാ. ഇതിനൊന്നും നിഷേധിക്കാൻ പറ്റൂല. ഒരിക്കൽ റസൂലിന്റെ അരികിലേക്ക് ഒരു ഒട്ടകം വന്നു. ആ ഒട്ടകം റസൂലിന്റെ മുന്നിൽ മുട്ടുകുത്തി കരഞ്ഞു. ഒട്ടകം നബിയോട് പരാതി പറയുന്നു. ഒട്ടകത്തിന്റെ മുതലാളി ഒട്ടകത്തിന് താങ്ങാൻ കഴിയാത്ത ജോലി എടുപ്പിച്ചതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി തങ്ങൾ ഒട്ടകത്തിന്റെ ഉടമയെ വരുത്തിച്ചു. ഒരിക്കലും ഈ ഒട്ടകത്തിന് വയസ്സായി. ഒട്ടകം എന്നോട് പരാതി പറഞ്ഞു. മുഅ്ജിസത്താണ് സഹോദര. ഒട്ടകം സംസാരിക്കുന്നുണ്ട്, ഉറുമ്പ് സംസാരിക്കുന്നുണ്ട്, മൃഗങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്, പക്ഷികൾക്ക് ഭാഷയുണ്ട്. പക്ഷെ നമുക്കത് തിരിയാത്തത് കൊണ്ടാണ്. നമുക്കിപ്പോ ഭാഷാ പ്രശ്നം മനുഷ്യർ തമ്മിൽ തന്നെയല്ലേ, ഇല്ലേ സഹോദര? ഒരു ഹിന്ദിക്കാരൻ ഇവിടെ വന്നിട്ട് പൂരത്തെറി പറയാ. ആർക്കും ഭാഷ തിരിയാത്തവരാണെങ്കിൽ അയാൾ എന്താ പറയും നമുക്ക് മനസ്സിലാവോ? അയാൾ നമ്മളെ പൂരത്തെറി പറയാണ്. മലയാളികളായ നമുക്കിത് തിരിയാത്തതുകൊണ്ട് നമ്മൾ ചെറിയൊരു പിരിവെടുത്ത് നാട്ടിൽ പോകാൻ പണമില്ലാത്തതുകൊണ്ടാകാം എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് ചെറിയൊരു പിരിവ് നടത്തി കൊടുത്ത ഇവൻ വിചാരിക്കും ഇവർ തനി അന്തംഗമ്മികളാണ്.
മനുഷ്യന്മാരായിട്ട് ഭാഷാ പ്രശ്നമുണ്ട്, പിന്നെ എങ്ങനെ ജീവികളുടേത് നമുക്ക് തിരിയാം? എങ്കിലും നോക്കൂ, ഒട്ടകത്തിന്റെ ഭാഷ നബിക്ക് മനസ്സിലായത് മോചിതത്ത. ഒട്ടക നബിയോട് സംസാരിച്ചു. ഇനി നോക്കൂ, മദീന പള്ളിയിൽ ഒരു പുതിയ മിമ്പർ കൊണ്ടുവന്നു. പുതിയ മിമ്പറിലേക്ക് ഖുതുബ കയറാൻ വേണ്ടി നബി കയറിയപ്പോ, ഖുതുബ ഓതാൻ വേണ്ടി നബി കയറിയപ്പോ പഴയ മിമ്പർ കരഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്, ഇനി എന്റെ മേലെ നബി കയറില്ലല്ലോ എന്നാലോചിച്ചുകൊണ്ട്. ഉടനല്ലോ പുത്തൻ പ്രസ്ഥാനക്കാരൊക്കെ പലപ്പോഴും പറയും മുഹമ്മദ് നബി സാധാരണക്കാരനാണ്. ഈ പറയുന്നവന്റെ വീട്ടിലെ അടുക്കളയിൽ ഒരു കസേര ഉണ്ട്, ആ കസേര പൊട്ടിയിട്ടുണ്ട്, അത് മാറ്റിയിട്ട് പുതിയൊരു കസേര കൊണ്ടുവരുമ്പോ ഇവന്റെ പഴയ കസേര കരയോ? ഇയാൾ നിന്റെ മേലെ ഇരിക്കൂലെന്ന് കരുതി? ഇല്ല. ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ചിരിക്കും. ഇവന്റെ ഒടുക്കത്തെ മൂട് ഒഴിവായി കിട്ടിയത്. എന്നിട്ടാ ഞങ്ങളും നബിയൊക്കെ ഒരേപോലെ എന്ന് പറയുന്നു. റസൂലുള്ളാഹി തങ്ങൾ സഹോദര പുതിയ മിമ്പറിൽ കയറുമ്പോ പഴയ മിമ്പർ അതാ കരയുന്നു. റസൂല് ഇറങ്ങി വന്നിട്ട് തന്റെ കൈ വെച്ച് സമാധാനിപ്പിച്ചു. 2 സംഭവമായി. ഇനി മൂന്നാമത്തെ മറ്റൊരു സംഭവം. യാത്രയിൽ അതാ ഒരു പുള്ളിമാനെ കാണുന്നു. റസൂല് ഒരു മാന് ആരോ കെട്ടിയിട്ടിരിക്കുന്നു. ഈ മാന് നബിയോട് സംസാരിച്ചു, നബിയെ, മരുഭൂമിയിലെ ഇന്ന ഭാഗത്ത് എനിക്ക് കുട്ടികളുണ്ട്. വേട്ടക്കാരെന്നെ കൊണ്ടുവന്ന് പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. അവരെന്നെ അറുത്ത് ഉപയോഗിക്കുന്നില്ല. എന്നാൽ എന്റെ കുട്ടികൾക്ക് മുല കൊടുക്കാൻ എന്നെ അയക്കുന്നുമില്ല. എന്റെ അകിടിൽ പാല് നിറഞ്ഞിരിക്കുകയാണ്. എന്റെ കുട്ടികൾ ഇന്നാലിന്ന മരുഭൂമിയിലാണ്. അവർക്ക് ഈ പാലൊന്ന് കൊടുക്കാൻ എന്ത് ചെയ്യും? റസൂൽ ചോദിച്ചു, ഞാൻ നിന്റെ കെട്ടഴിക്കാം, കുട്ടികൾക്ക് പാല് കൊടുത്തിട്ട് നീ തിരിച്ചു വരുമോ? ആ സമയത്ത് ഈ മാന് പറഞ്ഞു, അതെ, തിരിച്ചു വരും. റസൂലുള്ള കെട്ടഴിച്ചു കൊടുത്തു. ഉടനെ തന്നെ ഈ മാന് ചാടി പോയി. പാല് കൊടുത്തതിന്റെ ശേഷം അതേ സ്ഥലത്തേക്ക് മാന് തിരിച്ചു വന്നു. മാനിന്റെ ഉടമയും വന്നു. അദ്ദേഹത്തോട് നബി തങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ആ മാനിനെ വെറുതെ വിട്ടു. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇതൊക്കെ മുഅ്ജിസത്തുകളാണ്. ഇതാണ് മഹാനായ ഇബ്നു ജൗസി റളിയല്ലാഹു അൻഹു പാടിയതെന്ത്? വആതാകൽ അഊതു യബ്കി വതദല്ലൽ ബൈന യദൈക വസ്തജാറക യാ ഹബീബി ഇൻദക ലബിയുൻ നൂഫൂറു യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം. ഞാൻ പറഞ്ഞ 3 സംഭവങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അതാക്കൽ അഴുതു എന്ന് പറയുമ്പോൾ ഒട്ടകം, അതാക്കൽ ഉഴുതു എന്ന് പറഞ്ഞാൽ മരത്തടി. അഴുതൂന്ന് നമ്മൾ ചെല്ലുമ്പോ ഒട്ടകം, ഉഴുത് എന്ന് പറഞ്ഞാൽ മരത്തടി. അപ്പൊ ഒന്ന് ഒട്ടകമാണ്, ഒന്ന് ഏതുമാണ്? പിന്നെ മിമ്പറാണ്. ഇങ്ങനെ ഒരുപാട് മുഅ്ജിസത്തുകൾ. അപ്പോ ഇത്തരത്തിലുള്ള അള്ളാന്റെ തിരുദൂതരുടെ ജീവിതത്തിൽ വന്ന മുഅ്ജിസത്തുകൾ ഇതൊക്കെ എന്തിനാണ്? താൻ പ്രവാചകനാണ് എന്നതിന്റെ രേഖയായിട്ട് കൊടുത്തത്. അതിനൊക്കെ നിഷേധിക്കുന്നൊരവസ്ഥ ഉണ്ടായാൽ അവർക്ക് നരകമാണെന്ന്. ഇനി പറയാൻ പോകുന്ന ആയത്ത് ഇൻഷാ അല്ലാഹ് വിശാലമായ വിശദീകരണങ്ങളുള്ളതാണ്. നമ്മുടെ ഒരുപാട് തെറ്റിദ്ധാരണകൾ തിരുത്താൻ കാരണമാകുന്നതാണ്. അസ്വാബ മിൻ മുസീബത്ത്, ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ നല്ല ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. ആമീൻ. നല്ല ഉദ്ദേശങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാനാണ് അൽഹംദുലില്ലാഹ് ചായയും കടിയൊക്കെ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നൽകിയിട്ടുള്ളത്. ഓരോ ക്ലാസ്സിലും ഓരോരുത്തർ നൽകുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലാഹു അവരുടെ നല്ല ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു തആല ഖൈറും ബർക്കത്ത് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم
അസ്തഗ്ഫിറുല്ലാഹല്ലദീം 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 അസ്തഗ്ഫിറുല്ലാഹല്ലദീം. اللهم صل على محمد والآل كلهم وسلم. 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 الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അള്ളാഹുവെ, വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവെ ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ മാപ്പാക്കണേ റഹ്മാനെ. യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ഈമാന് നൽകണേ റഹ്മാനെ. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന് സമയം ചെലവഴിക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഉപജീവനത്തിൽ വിശാലത നൽകണേ റഹ്മാനെ. ഖൈറായ ജീവിതം നൽകണേ റഹ്മാനെ. അന്തസ്സുള്ള ജീവിതം നൽകണേ റഹ്മാനെ. അഭിമാനകരമായ ജീവിതം നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ഞങ്ങൾക്ക് തീർത്തു തരണേ റഹ്മാനെ. അള്ളാഹുവെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പ്രായം ചെന്നവരടക്കം എല്ലാവരുടെ രോഗങ്ങൾക്കും ശിഫ നൽകണേ റഹ്മാനെ. മാരകമായ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ നൽകണ റഹ്മാനെ. അള്ളാഹുവെ, ഈ സദസ്സിലുള്ളവരുടെ എല്ലാവരുടെ ജോലികളിലും ബർക്കത്ത് നൽകണേ റഹ്മാനെ. കച്ചവടങ്ങളിലും കൃഷികളിലും ബർക്കത്ത് നൽകണേ റഹ്മാനെ. വാഹനം ഓടിക്കുന്നവരടക്കം ഈ സദസ്സിലുള്ളവർ, അധ്യാപകർ, അതുപോലെ തന്നെ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർ, ഉദ്യോഗസ്ഥന്മാർ പലരും അള്ളാഹുവെ എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. ഉപജീവനത്തിൽ വിശാലത നൽകണേ റഹ്മാനെ. എല്ലാ അപകടങ്ങളെ തൊട്ടും കാക്കണേ റഹ്മാനെ. പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടാൻ കാരണമാകുന്ന മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവെ, ഇതിലേക്ക് പ്രത്യേകം സഹായിക്കുന്നവർ, നല്ല മനസ്സ് വച്ചവർ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ഇത് അറേഞ്ച്മെന്റ് ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അർഹമായ കൂലി നൽകണേ റഹ്മാനെ. അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ റഹ്മാനെ. മുടങ്ങാതെ ഇതിലേക്ക് വരുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അർഹമായ കൂലി നൽകണേ റഹ്മാനെ. ഖുർആന്റെ വെളിച്ചം നൽകണേ റഹ്മാനെ. ഞങ്ങൾ പരലോകത്ത് ഇതിന്റെ പേരിൽ വിജയിപ്പിക്കണേ റഹ്മാനെ. തെറ്റുകളൊക്കെ പൊറുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഇതിലേക്ക് ചായക്ക് ചെലവ് ചെയ്ത സഹോദരന്റെ നല്ല ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ റഹ്മാനെ. ഖൈറായ ജീവിതം നൽകണേ റഹ്മാനെ. ബുദ്ധിമുട്ടുകളൊക്കെ തീർത്തു കൊടുക്കണേ റഹ്മാനെ. ക്ലാസ് റൂം വഴിയും മറ്റും ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദര സഹോദരിമാർ ധാരാളമുണ്ട്. അള്ളാഹുവെ, അവർക്കൊക്കെ ഖൈറും റാഹത്തും നൽകണേ റഹ്മാനെ. കുടുംബസമേതം ഇത് കേട്ടിരിക്കുന്നവരുണ്ട്. അള്ളാഹുവെ, ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ റഹ്മാനെ. വിദേശങ്ങളിൽ പോയി പ്രയാസപ്പെട്ട് ജോലിക്ക് പോയ ഞങ്ങളുടെ ഒരുപാട് സഹോദരങ്ങൾ അള്ളാഹുവെ, പരിശുദ്ധമായ ഖുർആന്റെ സദസ്സ് വീക്ഷിക്കുന്നവരുണ്ട്. അള്ളാഹുവെ, അവരുടെ ജോലികളിൽ ഖൈർ നൽകണേ റഹ്മാനെ.